ഹലോ ഗൈസ്, നമുക്കിന്ന് പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് എടുക്കാം. പൊട്ടറ്റോ ഫ്രൈ ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? പൊട്ടറ്റോ നല്ല കഴുകി ഓരോ സൈസാക്കി വെക്കണം. ഓരോ സൈസിൽ എന്നിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമ്മളത് വാരിയിട്ട് നോക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ സമയം കൊണ്ട് നമുക്കിത് കൂട്ടി കഴിക്കാനൊരു മയോണൈസ് തയ്യാറാക്കണം. അതിന് നമുക്ക് വേണ്ടത് ഒരു മുട്ട, 2 അല്ലി വെളുത്തുള്ളി, ഒരു നുള്ളു ഉപ്പ്, 1 സ്പൂൺ പഞ്ചസാര. അപ്പോഴത്തേക്ക് നമ്മുടെ പൊട്ടറ്റോ നോക്കിക്കോണം. 1 സ്പൂൺ പഞ്ചസാര, സൺഫ്ലവർ ഓയിൽ, ഇതും തയ്യാറാക്കി വെക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ പൊട്ടറ്റോ നമുക്ക് നല്ല മൂത്ത് വരും. അപ്പോൾ നമ്മൾ നല്ല കറുമുറന്നാകുമ്പോൾ നമ്മളെന്തോ എടുക്കണം? അത് കോരി മാറ്റണം. കോരി മാറ്റി കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ ബാക്കി എണ്ണയിലോട്ട് നമ്മൾ അടുത്തത് വാരിയിടണം. ഒരുപാട് എണ്ണ ചിലവാക്കാതിരിക്കാൻ കുറേച്ച് ഒഴിച്ചിട്ട് കുറേച്ച് നമ്മൾ ഒറ്റ ഇതിൽ നമുക്ക് വറുത്ത് പോരാം. പക്ഷെ നമ്മൾ ഒരുപാട് എണ്ണ കളയണ്ടായല്ലോ, അപ്പോൾ നമുക്ക് കുറേച്ച് വറുത്ത് പോരാം. വറുത്ത് കോരി ഇട്ടിട്ട് നമുക്ക് മിക്സിയുടെ കൊച്ചു ജാറിനകത്ത്, ചെറിയ ജാറിനകത്തോട്ടിട്ട് നമുക്ക് മയോണൈസ് അടിക്കാം. നമുക്കത് കട്ടിയാവുന്നതനുസരിച്ച് മുട്ടയും വെളുത്തുള്ളിയും അടിച്ച് വരുമ്പോൾ നമ്മളത് ലൂസാവുന്നതനുസരിച്ച് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഒഴിക്കുമ്പം വീണ്ടും അത് നല്ലവണ്ണം കട്ടിയായിട്ട് വരും. ഇങ്ങനെ കട്ടിയായി നമുക്കൊരു നല്ല കട്ടിയായിട്ടിരിക്കുന്ന പരുവമാകുമ്പോൾ നമ്മൾ എടുക്കണം. അതുവരെ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. നമുക്കൊരു മുട്ടയ്ക്ക് ഒത്തിരി എണ്ണ വേണ്ടി വരത്തില്ല, കുറച്ച് എണ്ണ വേണ്ടി വരത്തുള്ളൂ. നമ്മുടെ കട്ടി അനുസരിച്ച് നമുക്ക് മുക്കി തിന്നാനും പാകത്തിനുള്ള ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു രീതിയിൽ വരും. ഇതാണ് അതിൻ്റെ പരുവം. നമ്മൾ കണ്ടിപ്പം ഫ്രൈയുമായി നമുക്ക് നല്ല ചൂട് ചായയും മയോണിക്സും കൂട്ടി കഴിക്കാൻ നല്ല കറുമുറന്നിരിക്കും. നല്ല ടേസ്റ്റ്, നല്ല രുചിയാണ്. കുട്ടികളൊക്കെ ഉള്ളിടത്ത്